ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ സമൂസ കേട്ടോ. ഈ വെജിറ്റബിൾ സമൂസക്ക് എന്താ പ്രത്യേകത എന്നല്ല, ഇത് നമ്മൾ കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും നല്ലൊരു കൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച സവോളയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം കുനുകുനേനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞതിന് ശേഷം ഒന്ന് കൈവച്ച് ഇതേപോലെ പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിക്കണം. വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിക്കണേ. ഇനി അത് വേവുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് വെന്തതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ ഒന്ന് വെന്തിക്കണം കേട്ടോ. ഇനി വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു 3/4 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ നമുക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളകും പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഈ 5 മസാലകൾ നമ്മൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി വെക്കണം. കാരണം നമ്മൾ കുറച്ച് കാലം കേടുകൂടാതെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ പച്ചമണം ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കണം കേട്ടോ. അതിനുവേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് നല്ലോണം പച്ചമണം പോകുന്ന ശേഷം അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് പട്ടാണി നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഈ പട്ടാണി ചേർത്തിട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ വെള്ളമഴയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ എത്ര ദിവസത്തിനാണോ മസാല എടുത്ത് വെക്കണത് അങ്ങനെ ഓരോരോ ദിവസത്തിനുള്ളത് ഓരോ ഡപ്പയിലാക്കി നമ്മൾ ഫ്രിഡ്ജിലല്ല ഫീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലത്ത് കേടുകൂടാതെ സൂക്ഷിക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിൻ്റെയും പിന്നെ മല്ലിച്ചപ്പും ചേർത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാനാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനും വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ചൂടാറിന് ശേഷം മാത്രം നമ്മൾ ഫീസർക്കും എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, നമ്മൾ സൂക്ഷിക്കാനാണെങ്കിൽ കേട്ടോ. അപ്പം ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് മൈദയും കൂടി ഒന്ന് കലക്കി വെക്കണം. അത് ഇതേ ലൂസിൽ നമുക്ക് കുറച്ച് മൈദയും കൂടി ഒന്ന് കലക്കി വെക്കുക. അപ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ ഒന്ന് ചൂടാറിയിക്കണേ. ഇനി സമൂസൻ്റെ ഷീറ്റ് എടുക്കുക, അതുപോലെ തന്നെ കോണാക്കി മടക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള സമൂസ ഉണ്ടാക്കണം, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ മസാലേനെ നിറച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട്. അപ്പം മടക്കിയപ്പോൾ അതിൽ ഇത് പാകമില്ലാത്തതുകൊണ്ട് കുറച്ച് തീക്കനെ എടുത്തിക്കണേ. ഇനി നമുക്ക് ഇതേപോലെ നല്ല വൃത്തിയിലൊന്ന് മടക്കിയെടുക്കുക. ലാസ്റ്റ് വരുന്ന ഭാഗം മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ ഇതേപോലെ പോരൊന്ന് കരുതിയിട്ടാണ് മൈദ വെച്ച് ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഷീറ്റ് എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസ നമുക്ക് കിട്ടും. മൈദേൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അതിനുള്ളിലേക്ക് ആക്കി വെക്കുമ്പോൾ നമുക്ക് പേടിയേക്കാരം പൊരിക്കുമ്പോൾ പോരുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം മൈദ തേച്ചുകൊണ്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുത്തുക്കണം. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തുക്കണേ. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടതൊന്ന് പൊരിച്ചു കോരണം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിക്കണേ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒന്ന് പൊരിച്ചു കോരാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ തൊലി ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇട്ടുകാണ്ട് നമ്മൾ മൊരിപ്പിക്കൊന്നും വേണ്ട. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം 2-3 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിക്കാണ്ടില്ല തൊലിൻ്റെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആയിക്കണേ. നമുക്കിതൊന്ന് പാത്രത്തിലേക്കൊന്ന് വാങ്ങാണ്. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല മസാലയാണ്, നമ്മൾ ടേസ്റ്റിലെ മസാല നമ്മൾ ഉണ്ടാക്കിക്കണത്. അതുകൊണ്ട് തന്നെ നമ്മളെ സമൂസയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പൊരിച്ചെടുക്കുന്നത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള സമൂസ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടോ.